ഭക്തനായി പാർപ്പിച്ച ശ്രീരാമനെ കണ്ട തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരുവാൻ ഭരതൻ സർവ്വപരിവാരങ്ങളുമായി പോകുന്നുണ്ട്. അയോധ്യയിലേക്ക് തിരികെ വരണം, രാജ്യഭരണം ഏറ്റെടുക്കണം, അയോധ്യയെ സമൃദ്ധിയിലേക്ക് നയിക്കണം എന്നൊക്കെ ഭരതനും കൂടെ വന്ന മന്ത്രിസഭയും ആവശ്യപ്പെടുന്നുമുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എത്ര നിർബന്ധിച്ചിട്ടും രാമൻ അച്ഛന് നൽകിയ വാക്ക് തെറ്റിക്കുന്നില്ല. ഉത്തമ ഭരണാധികാരിയായ രാമനെ തിരികെ കൊണ്ടുവരാൻ ജബാലി മരണാന്തര ക്രിയകൾ പോലും വൃഥാകർമ്മമാണെന്ന് രാമനോട് പറയുന്നുമുണ്ട്. വിശ്വസ്തവും നിറയുമുള്ള മന്ത്രിസഭയുടെ ഉദാഹരണമാണത്. ഭരതനോടുള്ള സ്നേഹം മാനിച്ച് തിരികെ പോയി രാജ്യം ഭരിക്കുവാൻ രാമൻ ആവശ്യപ്പെട്ടു. ഭരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയൊക്കെ ഭരിക്കണമെന്നും അവിടെ ചിത്രകൂടത്തിൽ വെച്ച് തന്നെ രാമൻ ഭരതനെ ഉപദേശിക്കുന്നുമുണ്ട്. പക്ഷേ ഭരതൻ ജ്യേഷ്ഠന്റെ പ്രതിനിധിയായി മാത്രം രാജ്യം ഭരിക്കാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സിംഹാസനത്തിൽ നിന്നല്ല, അയോധ്യയിൽ പോലും ഭരതൻ പ്രവേശിച്ചിട്ടില്ല. അയോധ്യയ്ക്ക് പുറത്ത് ഒരു പർണശാല പണിത രാമന്റെ പ്രതിനിധിയായി രാമന്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് മാത്രമേ ഭരതൻ ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നുള്ളൂ. നിഷ്കളങ്കമായ കറകളഞ്ഞ സഹോദര സ്നേഹത്തിന്റെ മഹനീയമായ ഉദാഹരണമാണ് ഭരതൻ. രാമന് വേണ്ടി തന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള അയോധ്യ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടി കാൽക്കീഴിൽ സമർപ്പിക്കാമെന്ന ലക്ഷ്മണൻ വനവാസത്തിന് മുന്നേ പറയുന്നുമുണ്ട്. വനവാസത്തിന് തിരിച്ച രാമനെ മറുത്തൊന്ന് ചിന്തിക്കാൻ പോലും അനുമതി നൽകാതെ അനുഗമിക്കാൻ ലക്ഷ്മണന് ആലോചിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ലക്ഷ്മണനെ കൂടാതെ രാമൻ പൂർണ്ണനാകുന്നുമില്ല. അതായിരുന്നു ആ സഹോദര ബന്ധത്തിന്റെ ശക്തി. രാമനേക്കാൾ വലുതായി ലക്ഷ്മണന് ഒന്നുമില്ലായിരുന്നു. സഹോദര ബന്ധത്തിന്റെ ഉദാത്ത മാതൃകയായി ഈ രാഷ്ട്രം കണ്ടത് രാമ ലക്ഷ്മണന്മാരെയാണ്. രാമലക്ഷ്മണന്മാരെ പോലെ സ്നേഹത്തോടെ ജീവിക്കുമെന്ന് മക്കളെ ഉപദേശിക്കുന്ന രക്ഷിതാക്കളെ സൃഷ്ടിക്കാൻ തക്ക ശക്തമായിരുന്നു ആ ബന്ധം. അനന്തമായ സമുദ്രം പോലും ചാടി ലങ്കയിലെത്തുവാനും ലക്ഷ്മണന് വേണ്ടി മരുത്വാമല കൊണ്ടുവരുവാനും ഹനുമാന് പ്രചോദനമായത് രാമനോടുള്ള ഭക്തിയായിരുന്നു. രാവണന്റെ ലങ്കാസേനത്തെ തവിട് പൊടിയാക്കുമ്പോഴും രാവണനെ തന്നെ നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുമായിരുന്ന ശക്തനാകുമ്പോഴും ഹനുമാൻ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് രാമഭക്തൻ എന്ന വിശേഷണമായിരുന്നു. ഭക്തന്റെ ഭക്തിയുടെ ഭാരതീയമായ മൂർത്തിരൂപത്തിൽ ജ്വലിക്കുന്ന തേജസമമായ രൂപമാണ് ഹനുമാൻ നമുക്ക്. സുഹൃത് ബന്ധത്തിന്റെ മൈത്രിയുടെ ഉദാഹരണമായി സുഗ്രീവനും വീക്ഷണവും ഗുഹനും രാമായണത്തിലുണ്ട്. രാമനെ മാത്രം സ്നേഹിച്ച് തന്നെ രക്ഷിക്കാൻ കടൽ കടന്നും രാമൻ വരുമെന്ന പ്രതീക്ഷയിൽ അയോധ്യയിൽ രാവണനെ പോലും ഉറപ്പിച്ച സീത ഭാരതീയർക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മാതൃകയാണ്. അറിവും ശാസ്ത്രവും ആയോധന മികവും ഒരാളെ നല്ല മനുഷ്യനാക്കണമെന്നില്ല എന്നതിന്റെ ഉദാഹരണമായി രാവണനെയും നമുക്ക് കാണാൻ കഴിയും. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചിട്ടും രാവണൻ അസന്മാർഗിയാകാനാണ് താല്പര്യപ്പെട്ടത്. അങ്ങനെ ഭാരതീയരുടെ ജീവിത രീതികളെ വലിയ അളവിൽ സ്വാധീനിച്ച ഒന്നാണ് രാമായണം. സഹോദര സ്നേഹത്തിന്റെ മാതൃകകളായി ഭരതനും ലക്ഷ്മണനും, ഭക്തന്റെ മാതൃകയായി ഹനുമാനും, മൈത്രി ബന്ധത്തിന്റെ ഉദാഹരണമായി സുഗ്രീവനും ഗുഹനും, ഭാര്യാഭർത്താ ബന്ധത്തിന്റെ ഉദാഹരണമായി സീതയും ഊർമിളയുമെല്ലാം വിളങ്ങി നിൽക്കുന്ന മാതൃകകൾ രാമായണം നൽകുന്ന മഹത്തരമായ പാഠം. പക്ഷേ ഇതിനപ്പുറമാണ്. രാവണനെ ജയിച്ച വിഭീഷണൻ ലങ്കാരമണന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കുമ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുന്നത് എങ്ങനെയാണ്? ലക്ഷ്മണ, സ്വർണം കൊണ്ട് മൂടിയ ലങ്കാ നഗരം തന്നാൽ പോലും ജനിച്ച നാട സ്വർഗത്തെക്കാളും മഹത്തരമാണ്. അത് ദേശീയതയുടെ കാഹളമാണ്.